മുഹമ്മദ് ഫാറൂഖ് നഈമി അൽ ബുഖാരി, ആറ്റിങ്ങൽ മഖ്തൂമിയ ദാവ കോളേജ് പ്രിൻസിപ്പൽ, SSF സ്റ്റേറ്റ് കമ്മിറ്റി ഡെപ്യൂട്ടി പ്രസിഡന്റ്, ഇന്ത്യൻ വെൽഫെയർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എന്നീ പദവികളും വഹിക്കുന്നു. ഇസ്ലാമിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കനപ്പെട്ട 12 ഗ്രന്ഥങ്ങൾ രചിച്ചു. ഹസൻ ബിൻ സാബിത്ത് അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചു. എണ്ണമറ്റ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയ ഇദ്ദേഹം നല്ലൊരു പ്രഭാഷകൻ കൂടിയാണ്. ജനാബ്, ഒരു യുവതലമുറയ്ക്ക് ഇപ്പോൾ നാട്ടിലെ വിശ്വാസം കുറവാണോ അതോ കൂടി വരികയാണോ? ശരിക്കും പ്രവാസത്തിലേക്ക് അവരിവിടെ എത്തിക്കഴിയുമ്പോൾ ശരിക്കും വിശ്വാസത്തിന്റെ ഒരു ശക്തി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നാട്ടിൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ? പൊതുവെ ഒരു സോഷ്യൽ ട്രെൻഡ് നോക്കിയാൽ ഇസ്ലാം അല്ലെങ്കിൽ പൊതുവെ വിഷയങ്ങളിലെല്ലാം ഇൻഫർമേഷൻ കൂടുതലാണ്. പക്ഷെ ഇൻഫർമേഷന് ആനുപാതികമായ ഒരു വിശ്വാസം ഉണ്ട് എന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇൻഫർമേഷൻ കൂടുതലായതുകൊണ്ട് ജനങ്ങളിലേക്ക് ഡിസ്കഷനുകളിൽ ഇത്തരം കാര്യങ്ങളും അതിന്റെ പ്രായോഗിക വശങ്ങളും ഒക്കെ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. എന്നാൽ അടിസ്ഥാനപരമായ ഒരു ബിലീഫ് അത് ആനുപാതികമായി കുറയുന്നു എന്നാണ് കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് ഈ റമദാൻ മാസത്തിലും അല്ലാത്തപ്പോഴൊക്കെ ആരാധനാകർമ്മങ്ങളിൽ കൂടുതൽ ആളുകൾ വരുന്നുണ്ടെങ്കിലും അതിനനുസൃതമായ ഒരു സോഷ്യൽ എഫക്റ്റ് അവരുടെ മോറൽ ലൈഫിൽ കൂടുതലായും വരുന്നില്ല. എന്നാലും ഇടക്കാലത്തുള്ളതിനേക്കാൾ ഒരു ന്യൂ ജനറേഷൻ ഇത്തരം കാര്യങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഒരു പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിഷയം. ഇവിടെയുള്ള വിശ്വാസത്തിന്റെ ഒരു ശക്തി കണ്ടിട്ടുണ്ട്. അത് ഒന്ന് പ്രവാസത്തിന്റെ ഒരു പ്രയാസം അവർക്ക് ആരാധനകളിലും മറ്റുള്ളതിലും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒന്നുകൂടി ഫ്രീഡം നൽകുന്നുണ്ട്. നാട്ടിലാകുമ്പോൾ ഫുള്ളി അവർ എൻഗേജ്ഡ് ആണ്. അപ്പോൾ അതിനേക്കാൾ തീർത്തും ഒരു ഏകാന്തമായി ഒരുമിച്ച് കൂടാനും ഇതിൽ ഒരു ഡിപ്പെൻഡ് ചെയ്യാനുമുള്ളൊരു മനസ്ഥിതി സ്വാഭാവികമായും നാട് വിട്ടു നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാവും, പ്രവാസികൾക്ക് കൂടുതലുണ്ടാവും. അതൊരു നേച്ചർ ആണെന്ന് മാത്രമേ നമുക്ക് വളരെ സ്വാഗതാർഹമായ ഒരു പരിവർത്തനമാണെന്ന് തോന്നുന്നു. ഞാൻ നാട്ടിലധികം ഇല്ല, 10-35 വർഷമായി നാട്ടിലില്ലാത്തത് കൊണ്ട് നടക്കുന്ന പരിവർത്തനങ്ങൾ അത്ര മനസ്സിലാവില്ല. പക്ഷെ ഞാനൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അധികവും ഈ പ്രസംഗത്തിന്റെയും പ്രഭാഷണത്തിന്റെയും അവസ്ഥ പണ്ഡിതന്മാരോ പ്രസംഗം ചെയ്ത് അത് അവർ അങ്ങനെ തന്നെ അങ്ങ് പോവുക. ജനങ്ങൾക്ക് യാതൊരു പാർട്ടിസിപ്പേഷനിലെ യാതൊരു രംഗം ഉണ്ടായില്ല. കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് ഞാൻ. അപ്പം ഇവര് അത്രയും അനുഭവങ്ങളില്ലെങ്കിലും മുമ്പ് കാലങ്ങളിൽ ഓരോന്നിനും ഓരോ വേദികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഈ ആത്മീയ പ്രഭാഷണങ്ങളുടെ ലക്ഷ്യം ജനങ്ങളെ ഒരു സ്പിരിച്വൽ അവയർനെസ് നൽകലായിരുന്നു. അക്കാലഘട്ടങ്ങളിലും പണ്ഡിതന്മാർ പള്ളികളിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനുകൾ വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മുൻപ് കാലത്ത് നിന്ന് വന്നതുപോലെയുള്ള ഫത്താവകൾ, അതായത് ഇസ്ലാമിലെ ചോദ്യോത്തര സംവിധാനങ്ങൾ വ്യവസ്ഥാപിതമായി രേഖപ്പെട്ട് കിടക്കുന്നത് കാണുമ്പോൾ ഇന്നത്തെക്കാളും വ്യവസ്ഥാപിതമായ ഒരു ചോദ്യോത്തര സംവിധാനം മുമ്പുണ്ടായിരുന്നു. അതാണിപ്പോ ഈ ഫത്താവൽ കുബറ, ഫത്താവൽ ഹദീസിയ പോലെയുള്ള വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥങ്ങൾ, അതുപോലെ അൽ അജീബത്തുൽ അജീബ തുടങ്ങിയ അനിൽ അസ്ഇലത്തുൽ ഗരീബ, വളരെയേറെ അഡ്വാൻസ്ഡ് ആയ ക്വസ്റ്റ്യൻസ് വരെ ഇന്നലകളിൽ പള്ളികളിൽ പണ്ഡിതന്മാര് ആൻസർ ചെയ്തിരുന്നു. അതിനുവേണ്ടി സ്പെഷ്യൽ സെഷൻ അവർ പള്ളിയിൽ കണ്ടു. നാട്ടിലെ ചെറുപ്പക്കാര് നാട്ടിൽ പണം ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിൽ മാത്രം നിൽക്കുന്നതിനും വ്യത്യസ്തമായി ഇവിടെ പ്രവാസിയായി കഴിഞ്ഞാൽ അവൻ സഹായിക്കാൻ മുൻവരുന്നു. റംസാൻ മാസത്തിൽ അവൻ നോമ്പ് കഴിഞ്ഞ് അവൻ ഇഫ്താർ വിരുന്നിനും ബാക്കിയുള്ളവർക്ക് ഇഫ്താർ എത്തിച്ചു കൊടുക്കാനും അവന്റെ കയ്യിൽ എത്രയുണ്ടോ ആ ഉള്ളത് കൊണ്ട് ഇഫ്താർ എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഈ ഒരു വ്യത്യാസം എങ്ങനെ കാണുന്നു നാട്ടിലെയും ഇവിടുത്തെയും വ്യത്യാസമായിട്ട്? പ്രവാസ ജീവിതത്തിലൂടെ ഒന്നുകൂടി കോപ്പറേറ്റീവ് ആവാനുള്ള ഒരു മനസ്ഥിതി രൂപപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സാമ്പത്തികമായ ബാക്ക്ഗ്രൗണ്ടും അവരതിനെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ലേബർ ക്യാമ്പിലൊക്കെ റമദാനിന് ശേഷം അവർ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നൊരു ഭാഗം പരാമർശിച്ചു പോയല്ലോ. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിന്റെ സക്കാത്ത് വ്യവസ്ഥിതിയുടെ പൂർണ്ണമായ പ്രയോഗവൽക്കരണം ഇനിയും വരണമെന്നാണ്. സക്കാത്ത് വ്യവസ്ഥിതി റമദാനിൽ മാത്രം പരിമിതമല്ല. ഒരു കച്ചവടക്കാരന്റെ സക്കാത്ത് അയാളുടെ കച്ചവടത്തിന്റെ 1 വർഷം തികയുമ്പോഴാണ്. അങ്ങനെ ഓരോ കച്ചവടക്കാരുടെയും സക്കാത്തിന്റെ കാലയളവ് വരുമ്പോൾ ഡെയിലി ഇവിടെ സക്കാത്ത് കൊടുക്കപ്പെടാനും വാങ്ങാനുമുള്ള സംവിധാനം ഉണ്ടാകും. എന്നതുപോലെ ഇസ്ലാമിന്റെ ദാനധർമാദികളെ കുറിച്ചുള്ള കൃത്യമായ ഒരു അവലോകനം അത് പ്രാക്ടിക്കൽ ലെവലിൽ വന്നാൽ എന്നും ലേബർ ക്യാമ്പുകളിൽ പെരുന്നാളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു ഇസ്ലാമിക് എക്കോണമി നമ്മുടെ മുമ്പിലുണ്ട്. അത് ഒന്നുകൂടി ജനറലൈസ് ചെയ്യേണ്ട ഒരു കാലമാണെന്നാണ് തോന്നുന്നത്. എങ്കിൽ തീർത്തും ഇവിടെയുള്ള പാവപ്പെട്ടവരെ പരിഹരിക്കാനുള്ള സമ്പന്നരായ ആളുകൾ ഇവിടെ ഉണ്ട്. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് അങ്ങനെ അത് പ്രയോഗവൽക്കരിച്ചപ്പോൾ ആ പ്രവിശ്യയിൽ പിന്നെ സക്കാത്ത് സ്വീകരിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല. കേന്ദ്ര ഭരണകൂടത്തിലേക്ക് ആ ഫണ്ട് തിരിച്ചുവിടാൻ പറ്റുന്ന അത്രയും ഒരു ഈക്വാലിറ്റി അവിടുത്തെ ഭരണകേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരമൊരു അവയർനെസ് ഇനിയും വരേണ്ടതുണ്ട് കൂടുതൽ. ഈദിന്റെ സെലിബ്രേഷൻ വരുമ്പോൾ യങ്സ്റ്റേഴ്സിന്റെ ഈദ് സെലിബ്രേഷൻ പൊതുവെ പുണ്യ റമളാൻ മാസത്തിൽ നമ്മൾ ചെയ്തു വന്ന സത്കർമ്മങ്ങളും പുണ്യകർമ്മങ്ങളും ദാനധർമ്മങ്ങളും എല്ലാത്തിനെയും
കവച്ചു വെക്കുന്ന രീതിയിൽ തെറ്റായ രീതിയിലുള്ള ആഘോഷങ്ങൾ യുവാക്കൾക്കിടയിൽ നാട്ടിലും പ്രവാസികൾക്കിടയിലും അങ്ങനെ കാണുന്നുണ്ട്. ഇതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ആഘോഷത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ശരിയാകാത്തതുകൊണ്ടാണ്. ആഘോഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കൂത്താടി ഒക്കെ ബഹളം വെച്ചാലേ അത് ഒരു സെലിബ്രേഷൻ ആകൂ എന്നൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ ഒരു മാസം അനുഭവിച്ച് നമ്മുടെ ഫാസ്റ്റിംഗ്, അതിലൂടെ നമ്മൾ പ്യൂരിഫൈ ചെയ്ത ഒരു ആത്മാവിന്റെ സമർപ്പണമാണ് പെരുന്നാളിൻ്റെ അന്ന് നടക്കേണ്ടത്. പെരുന്നാളിനെ കുറിച്ചുള്ള മെസ്സേജ് കൃത്യമായി എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് സോഷ്യൽ സെലിബ്രേഷൻസിൽ നിന്നുള്ള ഒരു തുടർച്ച, അതിനെ ഒരു ഇമിറ്റേറ്റ് ചെയ്യാനുള്ളൊരു ചിന്താഗതിയായിരിക്കണം അത്തരം ചില മിസ്ലീഡിങ് നൽകുന്നത്. അതുകൊണ്ട് പെരുന്നാളിന് മുമ്പ് തന്നെ പെരുന്നാൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു സോഷ്യൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോറൽ സൈഡ് കൂടുതൽ വ്യാപകമായി പ്രചരിപ്പിച്ചാൽ നല്ല മനോഹരമായ ഒരു ഈദിലേക്ക് എത്താൻ കഴിയുമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാളിന് വേണ്ടി പോകുന്ന സമയത്ത് ഒരു അനാഥ ബാലന്റെ കൈപിടിച്ച കഥ വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് പകർന്നു നൽകുന്നത് നമ്മളതിൻ്റെ ഏറ്റവും ജനിത്തിൽ, അതിൻ്റെ സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും ജനിത്തിൽ എത്തേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ പരസ്പരം ആദാന പ്രദാനങ്ങളുടെ ഏറ്റവും ശോഭനമായ ഒരു ചിത്രമാണ്. നല്ലൊരു രീതിയിൽ തന്നെ ആയിരിക്കട്ടെ, സേവനനിരതമായി അനുവദനീയമായ നല്ല രീതിയിലുള്ള ഒരു ഈദ് സെലിബ്രേഷൻ. അതിനോടൊപ്പം തന്നെ അതിനുശേഷം വരുന്ന വലിയ പെരുന്നാളിന്റെ അന്ന് വരെ ഇതിന്റെ ചിന്തകളും അതിനുശേഷം ജീവിതകാലം മുഴുവനും ആ ചിന്ത നിറഞ്ഞു നിൽക്കട്ടെ എന്ന് തന്നെ പറയാൻ സാധിക്കുള്ളൂ. എല്ലാവർക്കും ഈദ് മുബാറക്. ഈ ഒരു പരിപാടി ഇണക്കിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് അറിയാനും മനസ്സിലാക്കാനുള്ള ഒരു വേദിയും കൂടെയാണ്.